ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഞാനും സുഖമായിട്ടിരിക്കണം. ഇന്ന് നമുക്ക് ഒറ്റപ്പെടലിനെ കുറിച്ച് സംസാരിക്കാം. പലർക്കും ഫീൽ ചെയ്യുന്ന ഒരു ഫീലിങ്സ് ആണ് ഒറ്റപ്പെടൽ. നമുക്കാരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്, എന്നോടാരും സംസാരിക്കാനില്ല, എനിക്ക് കൂട്ടുകൂടാനാരുമില്ല. അങ്ങനെ ഒരുപാട് പരാതികൾ പരിഭവങ്ങളായിട്ട് എല്ലാവരും പറയണതാണ്, ഞാൻ ഒറ്റപ്പെട്ടു, എനിക്കാരുമില്ല. അങ്ങനെ ഒരു വാക്ക് ഒറ്റപ്പെട്ടു എന്ന് തോന്നിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് സംസാരിക്കാൻ ആരുമില്ലാത്തതുകൊണ്ട്. നമ്മളാരോടും സംസാരിക്കാൻ കൂട്ടാക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് ആ ഫീലിങ്സ് വരുന്നത്. കാരണം മറ്റുള്ളവരുമായിട്ട് നമ്മൾ സംസാരിക്കാൻ അങ്ങോട്ട് ചെന്നെങ്കിലും അല്ലേ അവരിങ്ങോട്ടും ഉണ്ടാവുള്ളൂ. നമ്മളോട് തന്നെ എപ്പോഴും വന്ന് സംസാരിക്കണം, അല്ലെങ്കിൽ നമ്മളോട് എപ്പോഴും ഇങ്ങോട്ടേക്ക് വരണം എന്ന് വിചാരിച്ചിരുന്നാൽ അത് എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമില്ലല്ലോ. അപ്പം നമ്മളുടെ ഒറ്റപ്പെടൽ മാറണമെങ്കിൽ എന്ത് വേണം? നമ്മൾ മറ്റുള്ളവരായിട്ട് ഇടപഴകാൻ നമ്മൾ ശ്രമിക്കണം. അപ്പോഴാണ് നമ്മുടെ ഒറ്റപ്പെടൽ എന്നുള്ളൊരു ഫീലിംഗ് മാറി കിട്ടുള്ളൂ. എപ്പോഴും മറ്റുള്ളവർ നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കണമെന്നോ അല്ലെങ്കിൽ നമ്മളോട് കാര്യങ്ങൾ അന്വേഷിക്കണമെന്നോ നമ്മളുടെ എല്ലാ കാര്യത്തിലും ഇടപെടണമെന്നോ അങ്ങനെയൊന്നും നമ്മൾ വിചാരിച്ചിരിക്കരുത്. നമുക്കാണ് ഒറ്റപ്പെടൽ എന്നുള്ളൊരു ഫീലിംഗ് ഉള്ളത്. അപ്പോൾ നമ്മൾ വേണം മറ്റുള്ളവരുടെ അടുത്തേക്ക് ഇടപഴകാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കാൻ. നമ്മൾ ആരടുത്തും മിണ്ടാതെ അല്ലെങ്കിൽ മറ്റൊരാളുടെ കാര്യത്തിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ പോവാതിരിക്കുക, അല്ലെങ്കിൽ പുറത്ത് എന്ത് കാര്യം ഉണ്ടെങ്കിലും അതിലൊന്നും ഉൾപ്പെടാതെ നമ്മൾ മാറി മാറി നിൽക്കുമ്പോഴാണ് നമുക്ക് ആ ഒറ്റപ്പെടൽ എന്നുള്ളത് തോന്നുന്നത്, അല്ലേ? ഇപ്പോൾ ഒരു കുടുംബത്തിനകത്താണെങ്കിലും ചിലർ പറയും, ഞാൻ ഇത്രയും ആൾക്കാരുടെ ഇടയിലാണ്, പക്ഷെ എങ്കിലും ഞാൻ അവിടെ ഒറ്റപ്പെട്ടു, ഇന്നെ അവരൊറ്റപ്പെടുത്തി. ഇങ്ങനെ ആണ് പലരും പറയണത്. പക്ഷെ ഈ ഒരു ഫീലിംഗ് തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ? നമ്മൾ അവരായിട്ട് കൂട്ടുകൂടി മുന്നോട്ട് പോവാത്തതുകൊണ്ട്. നമ്മൾ അങ്ങനെ ഒരു ശീലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ആ ശീലം ഇങ്ങനെ ശീലിച്ച് എന്താണ്, പിന്നീട് നമുക്ക് മറ്റൊരാളോട് ഇടപഴകാനുള്ളൊരു കഴിവ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ നമ്മളിലേക്കായിട്ട് ഒതുങ്ങി ശീലിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആരെ കാണുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഒരാൾക്കൂട്ടത്തിലാണെങ്കിലും അല്ലെങ്കിൽ എവിടെയാണെങ്കിലും നമുക്ക് അവരൊന്നും ഫേസ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ടാവില്ല. നമ്മൾ ഉൾവലിഞ്ഞ് നമ്മൾ ഒറ്റയ്ക്ക് എന്നുള്ളൊരു ആ തോന്നൽ പോലെ തന്നെ നമ്മൾ ഒറ്റയ്ക്കായി പോകും. ആദ്യം തോന്നലേ ഉണ്ടാവുള്ളൂ, പിന്നീട് പൂർണ്ണമായിട്ട് നമ്മൾ ഒറ്റപ്പെട്ടൊരവസ്ഥയായിട്ട് മാറും. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടെന്ന് നമുക്ക് തന്നെ തോന്നുമല്ലോ. നമ്മൾ മറ്റുള്ളവരോ കാര്യങ്ങളിലൊന്നും നമ്മൾ എന്താണ് ഏതാണെന്നൊക്കെ വെച്ചാൽ നമ്മൾ അന്വേഷിക്കാതെ, അല്ല അവരെന്താ ചെയ്തോട്ടെ, ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമില്ല എന്നൊക്കെ ആദ്യം തോന്നിക്കണത്. അവരെന്താ ചെയ്യട്ടെ, ഞാൻ എന്തിനാ അവരുടെ കാര്യത്തിൽ വെറുതെ ഇടപെടാൻ പോകണം, അല്ലെങ്കിൽ അവരോട് എന്തിനാണ് അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണത്. അങ്ങനെയല്ല. ഇതൊക്കെ ഒരു കുശലായിട്ട് അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ അവിടെ നിന്ന് കുറേ നല്ല ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ അതിന് പഠിക്കാൻ പറ്റും. മനുഷ്യരന്നെ പല ടൈപ്പ് ആൾക്കാരല്ലേ. അപ്പോൾ നമ്മളുടെ മനസ്സിന് സന്തോഷം അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾക്കൊരു മുൻഗണന തരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മളെ എന്ത് പ്രശ്നമാണെങ്കിലും അതിന് നല്ല സൊല്യൂഷൻ പറയുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഒരുപാട് പേരില്ലേ ഈ സമൂഹത്തിൽ, അല്ലെങ്കിൽ ചുറ്റുപാടിൽ, അല്ലെങ്കിൽ നമ്മുടെ വീടിനകത്താണെങ്കിലും നമ്മുടെ ചുറ്റുപാടിലാണെങ്കിലും ഒക്കെ. അങ്ങനെ നമ്മുടെ ഒരു നല്ലത് ചിന്തിക്കുന്ന ആൾക്കാരെ നമുക്ക് മനസ്സിലാവും, നമ്മളെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാരെ നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ നമ്മുടെ നാശം ചിന്തിക്കുന്ന ആൾക്കാരെ നമുക്ക് മനസ്സിലാവും. അങ്ങനെ എല്ലാ ആൾക്കാരെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ? 1-2 പ്രാവശ്യം ഓരോ ആൾക്കാരുടെ അടുത്തും ഇടപഴകി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരുടെ ക്യാരക്ടർ എന്താണ്, അവരെന്താണ് ചിന്തിക്കുന്നത്, അവരെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ശരിക്കും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. 1-2 പ്രാവശ്യം ഒരാളടുത്ത് ഇടപഴകുമ്പോൾ തന്നെ അയാൾ എന്താണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അയാളുടെ മെൻറ്റാലിറ്റി, അയാൾ ഏത് ടൈപ്പ് ആളാണ് എന്നുവരെ എല്ലാം ഒരാളുടെ സംസാരത്തിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് ഒക്കെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. കള്ളത്തരം ചെയ്യുന്ന ഒരാളാണോ, സത്യസന്ധമായ ആളാണോ, ഇങ്ങനെയൊക്കെ നമുക്ക് ആൾക്കാരുടെ കാഴ്ചപ്പാടിൽ തന്നെ നമുക്ക് വിലയിരുത്താൻ പറ്റും. ഏത് ക്യാരക്ടറും അയാളുടെ മുഖത്ത് നിന്ന് തന്നെ വായിച്ചെടുക്കാൻ ഒരുവിധം ആൾക്കാരുടെ നമുക്ക് സാധിക്കും. ഇപ്പോൾ ഒരു സന്തോഷമില്ലാത്ത ഒരാളാണ്, അയാളുടെ മുഖം എപ്പോഴും വാടിയിട്ടേ ഇരിക്കുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അയാളുടെ മുഖത്ത് നോക്കിയാൽ തന്നെ ഒരു സന്തോഷം അയാളുടെ മുഖത്ത് നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റില്ല. അയാളുടെ മുഖത്ത് ഒരു ചിരി ഉണ്ടാവില്ല, ഒരു പ്രസന്ന വദനം എന്ന് പറയില്ല, അങ്ങനത്തെ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റില്ല.
അപ്പോൾ നമുക്ക് നമ്മളുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റണ, അല്ലെങ്കിൽ നമ്മളോട് കൂടുതൽ അടുപ്പം കാണിക്കുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരായിട്ട് കൂട്ടുകൂടാനും, അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരുടെ അടുത്തേക്ക് നമ്മുടെ അഭിപ്രായങ്ങളും നമ്മുടെ കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അവരെടുത്ത് ഷെയർ ചെയ്യാനും ഒക്കെ ശ്രമിക്കുമ്പോൾ എന്താണ്, കുറേ മനസ്സിൻ്റെ ആ ഒരു തോന്നൽ, അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കാണ് എന്നുള്ളത് തോന്നുന്ന ഒരു തോന്നൽ ഇല്ലാണ്ട്. ഇങ്ങനത്തെ ഒരു തോന്നൽ വന്നെന്നറിയോ, നമ്മൾ ഒരു 1000 ആളുള്ള ഒരു സംഭവത്തിൽ നിൽക്കുകയാണെങ്കിൽ പോലും നമ്മൾക്ക് തോന്നും, നമ്മൾ അത്രയും ജനങ്ങളുടെ നടുക്ക് നമ്മൾ നിൽക്കുകയാണെങ്കിലും തോന്നും ഞാൻ ഒറ്റയ്ക്കാണ്. ഒറ്റപ്പെടൽ എന്നുള്ളതിൻ്റെ ഒരു അവസ്ഥേൻ്റെ തോന്നലുകൾ അതാണ് കേട്ടോ. എത്ര ജനങ്ങളുടെ അത്ര ആൾക്കാരുടെ ഇടയിൽ നിന്നാലും നമുക്കൊരു ആ ഒരു ഫീലാണ് തോന്നുന്നത്, ഞാൻ ഇവിടെയും ഒറ്റപ്പെട്ടു, ഞാൻ ഇവിടെയും ഒറ്റയ്ക്ക്. അപ്പോൾ മറ്റുള്ളവരോട് ഇടപഴകി ജീവിക്കുമ്പോഴാണ് നമുക്ക് കുറേ ഈ ഒറ്റപ്പെടൽ എന്നുള്ളൊരു തോന്നൽ മാറിക്കിട്ടുക. എല്ലാവരിൽ നിന്നും ഉൾവലിഞ്ഞ് മാറി മാറി നിൽക്കുമ്പോൾ എന്താണ്, നമ്മൾ ഒറ്റപ്പെടുക തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ചില സ്ത്രീകൾക്കൊക്കെ ആണെങ്കിലും, സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും അവരുടെ പാർട്ട്ണർ മരിച്ചു പോകുമ്പോഴൊക്കെയാണ് ശരിക്കും അങ്ങനത്തെ ഒരു ഫീലിംഗ് വല്ലാതെ ഉണ്ടാവുക. കാരണം പിന്നെ അവർക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ആളില്ല. പിന്നെ മക്കളുണ്ടെങ്കിൽ പോലും അവർക്ക് അത്ര ഇവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും, അവർക്ക് അവരുടെ ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ പോകുമ്പോൾ എന്താണ്, എപ്പോഴും ഇവരുടെ കാര്യങ്ങൾ ചോദിച്ചിട്ട് അവരുടെ കൂടെ ഇരിക്കാനും അതിനൊന്നും അവർക്ക് സമയം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവർക്ക് തോന്നുന്ന ഒരു തോന്നലാണ് ഞാൻ ഒറ്റപ്പെട്ടു പോയി. അപ്പോൾ അങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻ ആണെങ്കിലും കൂടിയിട്ട് നമ്മളെന്താണ് കുറച്ച് നേരം മനസ്സിനൊന്ന് ശാന്തമാക്കിയിട്ട് പ്രാർത്ഥനയിൽ കുറച്ച് സമയമൊക്കെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് കണ്ടെത്തുക. പിന്നെ നമുക്ക് ആ പ്രായത്തിലും അല്ലെങ്കിൽ ഏതവസ്ഥയിലാണ് അപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾ എൻഗേജ്ഡ് ആവുക. ഈ വീടിനകത്ത് തന്നെ ഒതുങ്ങിക്കൂടാതെ കുറച്ചൊക്കെ ഒന്ന് പുറത്തിറങ്ങി മറ്റുള്ളവരോട് സംസാരിക്കാനും, പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനും, എന്ത് കാര്യമാണ് നമുക്ക് താല്പര്യം എന്ന് വിചാരിച്ചാൽ ആ കാര്യങ്ങളിലേക്ക് എൻഗേജ്ഡ് ആവാൻ ശ്രമിക്കണം. അപ്പോൾ ഒറ്റപ്പെടൽ എന്നുള്ള ഫീലിംഗ് മാറിക്കിട്ടും. ഇത് വീടിനകത്ത് തന്നെ അടച്ചു പൂട്ടി ഇരിക്കുമ്പോൾ എന്താണ്, വീട്ടിലുള്ള 1 2 അല്ലെങ്കിൽ 3 ആൾക്കാരെ മാത്രം കാണുമ്പോൾ എന്താണ്, ഇവരോട് നമ്മൾ എന്ത് സംസാരിക്കും, എത്ര നേരം സംസാരിക്കും? എല്ലാവർക്കും അവരുടേതായ ജോലികളും തിരക്കുകളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പിന്നെ ഒന്ന് പുറത്തിറങ്ങി നമ്മുടെ ജസ്റ്റ് നമ്മുടെ അയൽവാസികളോടോ അല്ലെങ്കിൽ എന്തിനെങ്കിലും ഒന്നും വേണ്ട, നമ്മുടെ തൊടിയിലോ മുറ്റത്തോ ഒക്കെ ഒന്ന് ഇറങ്ങി നടക്കുകയാണെങ്കിൽ കൂടി എന്താണ്, നമുക്കൊരു മനസ്സിനൊരു സന്തോഷം, അല്ലെങ്കിൽ ഒരു ശുദ്ധവായു ശ്വസിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, അതൊക്കെ ലഭിക്കുമ്പോൾ എന്താണ്, കുറച്ചും കൂടി നമ്മളെ മനസ്സിന് ഒരു ഫ്രഷ് ഫീൽ ഉണ്ടാവും. കുറേ ആളുകളുടെ ഒരു തോന്നലാണ് ഞാൻ എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറും, അല്ലെങ്കിൽ മറ്റുള്ളവരോട് എങ്ങനെ സംസാരിക്കും, മറ്റുള്ളവരെ എങ്ങനെ ഫേസ് ചെയ്യും, അവരെന്താണ് ഇങ്ങോട്ട് ചോദിക്കുക, അപ്പോൾ അതിനെന്ത് മറുപടി ഞാൻ പറയും. ഇങ്ങനെയൊക്കെ പല പല തോന്നലുകളുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനത്തെ തോന്നൽ വരുമ്പോൾ എന്താണ്, ആൾക്കാരായിട്ട് ഇടപഴകാതിരിക്കും. ഇനിയിപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയണ്ടേ, അവരെന്ത് ചോദ്യവും ചോദിക്കുക. അവർ നമ്മൾ സ്വയം കുറേ കാര്യങ്ങൾ ചിന്തിച്ച് വെച്ചിട്ടുണ്ടാവും, ഇതിങ്ങനെ അതങ്ങനെ എന്നൊക്കെ വിചാരിച്ചിട്ട്. അതൊക്കെ അവർ ചോദിക്കില്ലേ? അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്ടമില്ലാത്ത കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അവർ ചോദിക്കില്ലേ? അപ്പോൾ അവരെ ഫേസ് ചെയ്യാതിരിക്കുകയല്ലേ നല്ലത്. അപ്പോൾ അവരെ മുന്നിലേക്ക് ചെല്ലാതിരിക്കുക, എന്നാൽ പിന്നെ അവരത് ചോദിക്കില്ലല്ലോ. അവരത് ചോദിക്കില്ലേ എന്നുള്ള കാര്യം പിന്നീടുള്ള കാര്യം. ബുദ്ധിയും വിവേകമുള്ള ഒരാളാണെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാതിരിക്കുകയാണ് ചെയ്യുക, അല്ലേ? തിരിച്ച് ആ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ട്രാജഡി സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ട്രാജഡിയെക്കുറിച്ച് ചോദിക്കാതിരിക്കുകയല്ലേ ചെയ്യുക, ബുദ്ധിയുള്ള ഒരാളാണെങ്കിൽ. പക്ഷെ ഏതൊരാളാണെങ്കിലും ചിന്തിക്കുന്നത് എന്നോട് ആ കാര്യത്തെക്കുറിച്ച് ചോദിക്കില്ലേ, പിന്നെ ഞാൻ അവരെ മുന്നിൽ നാണം കേടില്ലേ, അല്ലെങ്കിൽ അവരോടതിന് മറുപടി പറയണ്ടേ എന്നൊക്കെയാണ് പലരും ചിന്തിക്കുന്നത്. പക്ഷെ ഒരുവിധ ആൾക്കാർ നമുക്ക് എന്തെങ്കിലും ഒരു വീഴ്ചയോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചോദിക്കാതിരിക്കുകയാണ് ഒരുവിധ ആൾക്കാരും ചെയ്യുക. അവരെ വേദനിപ്പിക്കണ്ടല്ലോ എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവും അവരുടെ ഉള്ളിലും. അപ്പോൾ അവർ ചോദിക്കാതിരിക്കുക തന്നെയാണ് ചെയ്യുക. കുത്തി നോവിക്കണവർ പിന്നെ അതാണ് ആദ്യം എടുത്തിരുന്ന വിഷയം. നമ്മളെ കാണുമ്പോൾ തന്നെ ആ കാര്യമാണ് എടുത്തിടുക, എന്നെങ്കിലല്ലേ നമ്മളെ വേദനിപ്പിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ. പക്ഷേ ഒരുവിധം നല്ല മൈൻഡിലൂടെ പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അത് നമുക്ക് വേദനയുള്ള ഒരു കാര്യമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കാതിരിക്കുക തന്നെയാണ് ചെയ്യുക.
അപ്പോൾ ഒറ്റപ്പെട്ടു എന്ന് തോന്നൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരുടെ അടുത്തും നന്നായി പെരുമാറുക, നന്നായി സംസാരിക്കുക, മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊക്കെ നമുക്ക് സന്തോഷം, നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾ എൻഗേജ്ഡ് ആവുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ കണ്ടെത്തിയിട്ട് നമ്മൾ അതിലേക്ക് ഇറങ്ങിത്തിരിക്കുക. നമ്മൾ വീടിനകത്ത് തന്നെ ഒതുങ്ങിക്കൂടാതെ കുറച്ചൊക്കെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ അടുത്തും അല്ലെങ്കിൽ നമ്മുടെ നെയ്ബേഴ്സിൻ്റെ അടുത്തൊക്കെ ഇടപഴകിയിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ നമുക്ക് ആ ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ഒറ്റപ്പെടൽ കൊണ്ടുള്ളൊരു ഏകാന്തത എന്ന് പറയാം, ആ ഒരു അവസ്ഥ ഒരു പരിധി വരെ മാറിക്കിട്ടും. പിന്നെ നല്ല നല്ല കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കിയെടുക്കുക. നമ്മുടെ എല്ലാ കാര്യങ്ങളും സംസാരിക്കാനും അതിന് സജഷൻ പറയാനും ഒക്കെ താല്പര്യമുള്ള അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ കണ്ടെത്തിയിട്ട് നമ്മൾ അതിനൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് ഏറ്റവും കംഫർട്ടായിട്ട് അല്ലെങ്കിൽ ഏറ്റവും എല്ലാം പറയാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും, എല്ലാം കേൾക്കാൻ തയ്യാറുള്ള ആൾക്കാരുണ്ടാവും. നമ്മൾ കേൾക്കാൻ ഒരാൾ ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ് കേട്ടോ. നമ്മളെ കേൾക്കുക എന്നുള്ളത് ഭയങ്കരമായ ഒരു സംഭവമാണ്. പലർക്കും ഇല്ലാതെ പോണതും അതാണ്, നമ്മൾ പറയുന്നത് കേൾക്കാൻ ഒരാളില്ലാതിരിക്കുക. അപ്പോഴൊക്കെയാണ് ഭയങ്കരമായ ഒറ്റപ്പെടലിൻ്റെ ഫീലിംഗ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു പരിധി വരെയൊക്കെ ഒറ്റപ്പെടൽ എന്നുള്ള തോന്നൽ മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ അവനവൻ്റെ സന്തോഷം അവനവൻ കണ്ടെത്തണം. ഒരിക്കലും മറ്റുള്ളവർ നമുക്കൊരു സന്തോഷം നൽകാൻ അവരെ കൊണ്ട് കഴിയില്ല. നമ്മുടെ സന്തോഷം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. നമ്മൾക്ക് എന്താണ് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ എന്നുള്ളത് നമുക്കല്ലേ അറിയുള്ളൂ. അപ്പോൾ അവനവൻ്റെ സന്തോഷം അവനവൻ തന്നെ സൃഷ്ടിക്കുക. നമുക്ക് എന്തിനോടാണ് താല്പര്യം, അല്ലെങ്കിൽ ഏത് കാര്യങ്ങളാണ് ചെയ്യാൻ ഇഷ്ടം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ മനസ്സിൻ്റെ ഇഷ്ടം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അങ്ങനെ മുന്നോട്ട് പോവുക. അപ്പോഴൊക്കെ ഈ ഒറ്റപ്പെടൽ എന്നുള്ള തോന്നൽ ഒരു പരിധി വരെ മാറിക്കിട്ടും. നമുക്ക് നാച്ചുറലായിട്ട് ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താണെന്നറിയാം, നമ്മുടെ മനസ്സിന് സന്തോഷം ഉണ്ടാകുമ്പോൾ തന്നെ ഒരു പരിധി വരെ നമ്മുടെ ഏകാന്തത മാറിക്കിട്ടും. ഇത് പ്രായമായ ആളെന്നോ ചെറുപ്പക്കാരെന്നോ അല്ലെങ്കിൽ കുട്ടികളെന്നോ അങ്ങനെയൊന്നുമില്ല. ഈ ഏകാന്തത എന്ന് പറയുന്നത് എനിക്ക് ഒറ്റപ്പെടൽ എന്നുള്ള തോന്നൽ വരുന്നത് എല്ലാവർക്കും വരും. അവരെ കെയർ ചെയ്യാനും അവരെ സംരക്ഷിക്കാനും അവരോട് സംസാരിക്കാനും അവരെ കേൾക്കാനും. ആരെ കേൾക്കാനും ഇപ്പോൾ കുട്ടികളാണ്, അവരെ നമ്മളൊന്നും ശ്രദ്ധിക്കണില്ല, അവരൊന്നും നമ്മൾ കേൾക്കണില്ല വെച്ചാൽ അവർക്കും ആ ഒരു ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ ഏത് പ്രായം എന്നൊന്നുമില്ല, ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും അങ്ങനൊരു ഫീല് തോന്നും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മളുടെ ഫീലിങ്സ് അല്ലെങ്കിൽ നമുക്കിങ്ങനെ വരുന്ന നമ്മുടെ ഈ ഒറ്റപ്പെടൽ എന്നുള്ള തോന്നൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ എൻഗേജ്ഡ് ആയി കഴിയുമ്പോൾ നമുക്ക് മാറിക്കിട്ടും. കുട്ടികളാണ് പിന്നെ കളിക്കാനും അവർ കുറേ കുട്ടികളൊത്ത് കളിക്കുമ്പോഴും അങ്ങനെയൊക്കെ അവർക്ക് ആ ഒരു ക്രൂവിൻ്റെ ഉള്ളിൽ കിട്ടുന്ന ഒരു സന്തോഷം അത് നമ്മുടെ വീട്ടിലൊറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ കുട്ടികളാണെങ്കിൽ കൂടി അവർക്ക് കിട്ടില്ല. ആ കുട്ടികളായിട്ട് കൂട്ടുകൂടി അവർ അപ്പം ആർത്തുല്ലസിച്ച് കളിക്കുമ്പോൾ അവരുടെ മനസ്സ് റിലാക്സ് ആവണ പോലെ തന്നെയാണ് നമ്മളും മറ്റുള്ളവരായിട്ട് ഇടപഴകി സംസാരിച്ച് ചിരിച്ച് അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു സന്തോഷം ഉണ്ടാവും. ഒറ്റപ്പെടൽ എന്നുള്ള തോന്നൽ ഭയങ്കരമായൊരു വേദന നൽകുന്ന സംഭവം തന്നെയാണ് കേട്ടോ. അത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളിലും ഒരുപടി മുന്നിലായിരിക്കും അതിൻ്റെ ഭവിഷ്യത്ത്. നമ്മൾ നമ്മളിലേക്കായിട്ട് ഒതുങ്ങി പോകുന്നൊരു സിറ്റുവേഷനാണ് അത് സമ്മാനിക്കുക. ഒന്നിനോടൊരു താല്പര്യമില്ലാതെ ഒന്നിലും എൻഗേജ്ഡ് ആവാതെ ഒന്നുമില്ലാതെ അങ്ങനെ നമ്മൾ നമ്മളിലേക്കായിട്ട് ചുരുങ്ങി പോകുന്നൊരു അവസ്ഥയൊക്കെയാണ് അവസാനമൊക്കെ ആയിട്ട് സംഭവിക്കുന്നത്. അപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മൾ ഇങ്ങനെയൊരു ഫീലിംഗ് തോന്നുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ കൂടെയൊക്കെ മുന്നോട്ട് പോവുക. നമ്മുടെ മനസ്സിന് എപ്പോഴും സന്തോഷം നൽകുന്ന കാര്യങ്ങളിലേക്ക് കൊണ്ടുപോവുക. അങ്ങനെയൊക്കെ എല്ലാവരും ജീവിക്കാൻ ശ്രമിക്കും. അപ്പോൾ ഒറ്റപ്പെടൽ എന്നുള്ള തോന്നലുണ്ടാവില്ല. ഒരിക്കലും ഒറ്റപ്പെടൽ എന്നുള്ളൊരു സംഭവം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. കാരണം നമ്മളെല്ലാവരുമായിട്ടും കണക്ഷൻ സ്ഥാപിക്കുക, എല്ലാവരുമായിട്ടും പിന്നെ കളിച്ചും ചിരിച്ചും സന്തോഷിച്ചൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഒരു പരിധി വരെ നമ്മുടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറി നിൽക്കും. മനസ്സിന് സന്തോഷമില്ലാത്തതുകൊണ്ടാണ് അത്രയൊരു ഫീല് തോന്നുന്നത്. മനസ്സിൽ സന്തോഷം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഒറ്റയ്ക്കാണെന്നൊരു തോന്നലുണ്ടാവില്ല. നമ്മുടെ മാനസിക സന്തോഷം തന്നെയാണ് ഇതിൻ്റെയൊക്കെ മെയിനായിട്ടുള്ള കാര്യം. വീട്ടിൽ എത്ര ആളുണ്ടായിട്ടും കാര്യമില്ല, നമ്മളെ കേൾക്കാനും നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും നമ്മളെ മനസ്സ് മനസ്സിലാക്കാനും നമ്മളെ കെയർ ചെയ്യാനൊന്നും ആരുമില്ല വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകാന്തത അല്ലെങ്കിൽ ഒറ്റപ്പെടൽ എന്നുള്ളൊരു ഫീലിംഗ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.